ക്യാനൺ ക്യാമറയിലും നിക്കോൺ ക്യാമറയിലും അതുപോലെ സോണിയുടെ ക്യാമറയിലും നിങ്ങൾക്ക് മെനുവിലൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് ആണ് ഡി ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ. നിക്കോണിലാണ് ഡി ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ എന്ന് കാണാറുള്ളത്. അതേപോലെ ക്യാനണിൽ ഓട്ടോ ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ എന്നും അതേപോലെ സോണിയിൽ ഡി റേഞ്ച് ഓപ്റ്റിമൈസർ എന്നും കാണാറുണ്ട് ഒരു സെറ്റിംഗ്. ഇത് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു മാനുവൽ മോഡിൽ ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ കൂടി അതിൽ വരുന്ന ഡൈനാമിക് റേഞ്ചിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരുന്ന ഒരു രീതിയാണ് ഡി ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ. ഇത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ആകാശവും ഭൂമിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോട്ടോയാണ് എടുത്തത്, ആകാശത്തിൽ ഓവർ ലൈറ്റായിട്ട് അത് ബേണായിപ്പോയി മേഘങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഡി ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായി ചിത്രത്തെ പ്രോസസ്സ് ചെയ്തിട്ട് ആകാശത്തിലുള്ള ഓവർ ലൈറ്റിനെ കുറയ്ക്കുകയും നിങ്ങളുടെ ഭൂമിയിൽ കുറഞ്ഞ ലൈറ്റുള്ള ഭാഗത്ത് ലൈറ്റിനെ കൂട്ടുകയും ചെയ്തിട്ട് ഒരു ഓട്ടോമാറ്റിക് ചിത്രം എടുത്തതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ചിത്രത്തെ കൊണ്ടുവരികയും ചെയ്യും. ഇത് ഓൺ ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയെ ഡി ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ ഓൺ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ലാൻഡ്സ്കേപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു ഇരുണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ ലൈറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്, അതേപോലെ ഓവർ ബ്രൈറ്റ് ആയ ഭാഗത്തെ ലൈറ്റൊക്കെ ഒന്ന് കുറച്ചിട്ടൊക്കെ ചിത്രത്തെ വളരെ മനോഹരമായിട്ട് ക്യാമറ പ്രോസസ്സ് ചെയ്ത് തരും. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് മെത്തേഡാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ മാനുവൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് തന്നെ വയ്ക്കുക. പക്ഷേ ഒരു നോർമൽ അവസ്ഥയിൽ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡി ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ അല്ലെങ്കിൽ ഓട്ടോ ലൈറ്റിംഗ് ഓപ്റ്റിമൈസർ. അതും അല്ലെങ്കിൽ സോണിയിലാണ് ഡി റേഞ്ച് ഓപ്റ്റിമൈസർ. ഇത് 3 രീതിയിലാണ് വരുന്നത്. അപ്പോൾ 3 ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.